ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഒന്നും ഞാനല്ല, ഇതെല്ലാം എന്നോടായിരുന്നില്ല. പക്ഷെ ഇന്നും രഘുവേട്ടൻ കരുതുന്നത് ഞാനാണെന്നാണ്. പക്ഷെ ആ തോന്നൽ ഞാൻ മാറ്റിയാൽ, സത്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞാൽ എങ്ങനെ രഘുവേട്ടൻ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഒരു ഭാര്യ എന്ന രീതിയിൽ ഇനിയും ഞാൻ രഘുവേട്ടനെ പരീക്ഷിക്കുന്നത് ശരിയല്ല. ഇന്ന് രഘുവേട്ടൻ ആഗ്രഹിച്ചതുപോലെ ഞാൻ രഘുവേട്ടൻ്റെതായി മാറണം. അത് പ്രാർത്ഥനയായി ആണെങ്കിൽ അങ്ങനെ തന്നെ. അത്രത്തോളം ഞാൻ രഘുവേട്ടനെ പ്രണയിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത്രയും മനസ്സിൽ ചിന്തിച്ച് പ്രീതി രഘുവിന്റെ മുഖത്തേക്ക് നോക്കി. വിറയ്ക്കുന്ന ചുണ്ടുകളാൽ പ്രീതി മന്ത്രിച്ചു, രഘുവേട്ട. ആ വിളി കേട്ട് രഘു ഒന്ന് ഞെട്ടി. എന്താ നീ എന്നെ വിളിച്ചത്? പ്രാർത്ഥന? അതെ, രഘുവേട്ടൻ എന്ന് തന്നെ. അതെ രഘുവേട്ട, വിവാഹം കഴിഞ്ഞ് ഇത്രയും നാൾ ഞാനൊരു ഭാര്യയുടെ കർത്തവ്യങ്ങൾ നിറവേറ്റിയതായി എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ സാഹചര്യങ്ങൾ കാരണമാണ് അതെല്ലാം. അതിനെല്ലാം പിറകിൽ പല പല കാരണങ്ങളുമുണ്ട്. എന്നാൽ ഇനിയില്ല. ഞാൻ രഘുവേട്ടനെ ഒത്തിരി പ്രണയിക്കുന്നുണ്ട്. എനിക്ക് പ്രീതി രഘുവീർ അലാവത്തായി ജീവിക്കണം. അന്നേരം രഘു പറഞ്ഞു, അല്ല പ്രാർത്ഥന രഘുവീർ അലാവത്താണ് നീ. പ്രീതി ഒരു നിമിഷം ഒന്ന് പതറിയെങ്കിലും രഘു ഇതിനോടകം തന്നെ അവന്റെ ചുണ്ടുകൾ കൊണ്ട് പ്രീതിയുടെ ചുണ്ടുകളെ മൂടിയിരുന്നു. ഇരുവരും കൈകൾ പരസ്പരം മുഖങ്ങളിലൂടെ പരതി നടന്നു. ചുംബനങ്ങൾ കൊണ്ട് ഇരുവരും പൊതിഞ്ഞ് അവസാനം രഘുവീറും പ്രീതിയും അന്നത്തെ ആ രാത്രിയിൽ എല്ലാ രീതിയിലും ഒന്നായി മാറി. അന്നത്തെ നിലാവ് പോലും മഞ്ഞുവാരി വിതറിക്കൊണ്ട് ഇരുവരുടെയും പ്രണയത്തിന് സാക്ഷിയായി മാറി. പ്രാർത്ഥന, ഒരു നിമിഷം ഞാൻ ആ പഴയ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തു പോവുകയാണ്. നിന്നെ ആദ്യമായി കണ്ടതും എനിക്ക് കൂടെ നൽകിയതും പിന്നീട് വീണ്ടും കണ്ടുമുട്ടിയതും നീയുമായി പ്രണയത്തിലായതും വിവാഹം നടന്നതും എല്ലാം. അതെ, നീ എൻ്റെ പ്രിയപ്പെട്ടവളാണ്. ഇന്ന് നമ്മൾ ഒരുമിക്കുകയാണ്. എല്ലാ രീതിയിലും ഞാനും നീയും ഭാര്യ ഭർത്താക്കന്മാരാകുകയാണ്. അന്നത്തെ ദിവസം അസ്തമിച്ച് പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ പ്രീതിയും രഘുവും പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ തുടങ്ങുകയായിരുന്നു. നേരം വെളുത്ത് കുളിച്ചൊരുങ്ങി എത്തിയ പ്രീതി കട്ടിലിൽ കിടന്നുറങ്ങുന്ന രഘുവിന്റെ മുഖത്തോട്ട് നോക്കിയ ശേഷം കണ്ണാടിയിലേക്ക് നോക്കി നാണം തൂകി. മഹാദേവ, കാലം ഇത്രയും ഞാൻ എൻ്റെ മനസ്സിലൊളിപ്പിച്ചു വെച്ചിരുന്ന പ്രണയം ഇന്നലത്തെ രാത്രിയിൽ രഘുവേട്ടനോട് പറയാതെ പറഞ്ഞു കഴിഞ്ഞു. രഘുവേട്ടന്റെ പ്രീതിയായി കഴിഞ്ഞു ഞാനിപ്പോ. എല്ലാ അർത്ഥത്തിലും ഞാനും രഘുവേട്ടനും ഒന്നായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇന്നും മാരേജ് സർട്ടിഫിക്കറ്റിൽ പോലും പ്രാർത്ഥന എന്നാണ് രഘുവേട്ടന്റെ ഭാര്യയുടെ സ്ഥാനത്തുള്ള പേര്. സത്യങ്ങൾ എത്ര നാളിങ്ങനെ ഞാൻ രഘുവേട്ടനിൽ നിന്നും മറച്ചു വെക്കും? അറിയില്ല മഹാദേവ. ഇല്ല, ഒരിക്കലും ഞാൻ പ്രാർത്ഥനയല്ല, പകരം രഘുവേട്ടൻ സ്നേഹിച്ചിരുന്ന പ്രീതിയാണെന്ന് ഞാൻ രഘുവേട്ടനോട് തുറന്നു പറയില്ല. എങ്കിൽ രഘുവേട്ടന് എന്നോടുള്ള ഇഷ്ടം നഷ്ടപ്പെടും. ഞാനിനി പ്രാർത്ഥനയായി തന്നെ ജീവിക്കും. രഘുവേട്ടനാണ് എനിക്ക് ഏറ്റവും വലുത്. ഇനി ഞാൻ പ്രീതിയല്ല, പ്രാർത്ഥനയാണ്. പ്രാർത്ഥന. A new chapter will open from tomorrow 8 p.m. Stay tuned. Any guesses? Comment down.